ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസമാണ്, അതായത് മൈ ഹോൾ ഡേ റുട്ടീൻ ഇൻ പ്രഗ്നൻസി. അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കാലത്തൊരു 7-7:30 ആകുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റതിന് ശേഷം ഞാനിതാ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു 7-ാം മാസം തുടങ്ങിയപ്പോൾ മുതൽ മാറ്റേണിറ്റി അഥവാ ഫീഡിങ് ടൈപ്പ് ഡ്രസ്സുകളാണ് ഇടാറ്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും പ്രോഡക്റ്റ് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആദ്യം തന്നെ ഞാനൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഒരു ബോയിൽഡ് എഗ്ഗ്, പഴം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വീട്ടിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നട്ട്സും ആൽമണ്ട്സും ഡേറ്റ്സും ആണ് ഉണ്ടായിരുന്നത്. അത് ഒരുപാടൊന്നും വേണ്ട, 3-4 എണ്ണം അത്രയൊക്കെ മതി. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ആക്ച്വൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇന്നിപ്പോൾ വീട്ടിൽ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു, അത് കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എനിക്ക് ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ഒരു ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ വെള്ളം തന്നെയാണ് കുടിക്കാറ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഞാൻ അടുക്കളയിൽ നിന്നിട്ട് തന്നെയാണ് കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം പുറത്തിറങ്ങി നടക്കാറുണ്ട്. ഈ ഒരു സമയത്ത് രാവിലത്തെ വെയിൽ കൊണ്ട് നടക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 9 മണി മുതൽ 10 മണി വരെയൊക്കെ നടക്കാറുണ്ട്. ഈ സമയത്തെ വെയിലാണോ കൊള്ളേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ മുൻപത്തേതായിരിക്കും, അതായത് ഒരു 8 മണിയോ 7 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും. എന്തായാലും ആ സമയത്തേക്ക് എൻ്റെ പരിപാടികളൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ഈ സമയമാവും നടക്കാൻ പോവാൻ. അപ്പോൾ ഇതെൻ്റെ വീട്ടിൻ്റെ മുൻപിലുള്ള വഴിയാണ്. ഈ വഴി നല്ല ഭംഗിയാണ് കാണാൻ, നിറയെ മരങ്ങളും പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട്. എൻ്റെ ഒരുവിധം ഫോട്ടോസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു വഴി തന്നെയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. ഞാൻ റോഡ് വരെ നടക്കാറില്ല, ഒരു പകുതി ദൂരം നടന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടക്കാറാണ്. അപ്പം ഈ ഒരു വഴിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടും വല്യച്ഛൻ്റെ വീടും മാത്രമാണുള്ളത്. അപ്പം ഞങ്ങൾ 2 വീട്ടിലേക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പം നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് നടക്കാം. അങ്ങനെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ കഞ്ഞി കുടിക്കാറുണ്ട്. 9-ാം മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കഞ്ഞികുടി തുടങ്ങിയിട്ടുള്ളത്. ഇത് പൊടിയരിക്കഞ്ഞിയാണ്, തേങ്ങാപ്പാലും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള പൊടിയരിക്കഞ്ഞി. അപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങാപ്പാലിട്ട കഞ്ഞി കുടിക്കുന്നത് നമുക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാറുണ്ട്. പകൽ ഞാനങ്ങനെ ഉറങ്ങാറൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഫോണിൽ ഡയറക്റ്റ് പാട്ട് കേൾക്കുക, മാക്സിമം ഇയർഫോൺ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്പീക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പാട്ട് കേൾക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ സ്പീക്കർ ഇല്ല, അപ്പോൾ ഞാൻ ഫോണിൽ ഡയറക്റ്റ് തന്നെയാണ് കേൾക്കാറ്. ഇപ്പോഴത്തെ ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം സോങ്സൊക്കെ കേൾക്കുന്ന സമയത്ത് ബേബീൻ്റെ മൂവ്മെൻറ്റ്സ് എനിക്ക് അറിയാൻ സാധിക്കലുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത് ബേബീൻ്റെ പേര് കണ്ടുപിടിക്കലാണ്. ഇതുവരെ പേരൊന്നും റെഡി ആയിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരു 10 തവണ ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതേ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഈ വീഡിയോ കാണുന്ന പ്രഗ്നൻറ്റ് ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടക്കരുത്. അത് ലഞ്ചും എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ ഡിന്നർ ആകട്ടെ എന്ത് ഭക്ഷണമാണെങ്കിലും കഴിച്ച് ഉടനെ പോയി കിടക്കരുത്. അല്പസമയം നടന്നതിന് ശേഷം മാത്രമേ കിടക്കാവൂ. ഇന്ന് ലഞ്ചിന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അയലമീൻ വറുത്തത്, പരിപ്പും ചേനയും കറി, എഗ് ബുർജി, പിന്നെ പപ്പടം ആയിരുന്നു. ഉച്ച സമയത്ത് നല്ല വെയിലായത് കാരണം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ശേഷം വീടിൻ്റെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു 10 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതാണ് പതിവ്. ഉച്ചയ്ക്ക് എനിക്കൊരു സപ്ലിമെൻ്റ് എടുക്കാനുണ്ട്, അത് കഴിച്ച് ഞാൻ കുറച്ച് സമയം കിടക്കും. വൈകുന്നേരം എഴുന്നേറ്റ സമയത്ത് അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഞാൻ പായസം കുടിക്കണമെന്ന് പറയുന്നു. ഇത് പാലട പായസമായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനിത് എൻ്റെ അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്.
വീട്ടിൽ സ്ഥിരമായിട്ട് മുറ്റടിച്ച് വാരുന്നത് ഞാനല്ല, അമ്മ തന്നെയാണ് അടിച്ച് വാരൽ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അടിച്ച് വാരുന്നൊന്നുമല്ല, ഞാനൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് 1-2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇതിനേക്കാളും ചെറിയ ചൂല് വെച്ച് അടിച്ച് വാരാനാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു ചൂല് കൊണ്ട് അടിച്ച് വാരിയിട്ട് തന്നെ എനിക്ക് നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും നോക്കാം. ഇതുവരെയുള്ള വീഡിയോസൊക്കെ അമ്മയാണ് കേട്ടോ എടുത്ത് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതേ ശ്രീകുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയമായി, ബാക്കിയുള്ള വീഡിയോസൊക്കെ അവളെ കൊണ്ട് എടുപ്പിക്കണം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു ഈവനിങ് വാക്കും പതിവുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 4 മണി മുതൽ 5 മണി ടൈം വരെയൊക്കെ നടക്കാറുണ്ട്. വൈകുന്നേരം ഞാൻ റോഡ് വരെ നടക്കും, പിന്നെ തിരിച്ച് വീടിൻ്റെ അവിടെ വരെ നടക്കും. അതാണ് പതിവ്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റൽ കാണാം കേട്ടോ. അതായത് ഞാൻ ഡെലിവറിക്ക് അഡ്മിറ്റ് ആകാൻ പോകുന്ന ഹോസ്പിറ്റൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മ സ്ഥിരമായിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ പഴം വഴറ്റിയതും പോളോ നുറുക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാധനത്തിനാണ് ഞങ്ങൾ പോളോ നുറുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല. ഇതിനൊരു പോളോൻ്റെ സൈസും നുറുക്കിൻ്റെ ടെക്സ്ചർ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോളോ നുറുക്ക് എന്ന് പറയുന്നത്. ഇന്നിനി ഒരു എക്സസൈസ് കൂടെ ബാക്കിയുണ്ട്. ഇതാണ് സ്റ്റെയേഴ്സ് കയറി ഇറങ്ങൽ. ഞാനൊരു 3 തവണ സ്റ്റെപ്സ് കയറി ഇറങ്ങും. പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എന്ത് ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക, അല്ലാതെ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇന്ന് ഡിന്നറിന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അധികവും വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഇപ്പം പുറത്തത്തെ ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. രാത്രി അധികം ലൈറ്റ് ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ബിരിയാണി കുറച്ച് ഹെവി ആയിപ്പോയി. ഇനി കിടക്കുന്നതിന് മുൻപ് കുറച്ച് സമയം നടക്കണം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും നടക്കാൻ പറ്റില്ല. അപ്പം വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു 10 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മാക്സിമം വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. എനിക്ക് സ്വതവേ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ല. ഇതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട് മാത്രം കഴിക്കുന്നതാണ്. അതും എല്ലാ ദിവസമൊന്നും കഴിക്കില്ല, ചില ദിവസങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പേരയ്ക്കയും ആപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്ലാസ് പാല്, അത് സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട്. പിന്നെ എനിക്കൊരു സപ്ലിമെൻറ്റും കൂടി എടുക്കണം. അത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങും. കിടക്കൽ മാത്രമേ ഉള്ളൂ, ഉറക്കമൊക്കെ കുറവാണ്. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.